ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അങ്ങനെ സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ മാധ്യമപ്രവർത്തകർക്കിടയിലൂടെ നടന്നുപോയി മാധ്യമപ്രവർത്തകരെ തള്ളുന്നു, പിടിച്ചു മാറ്റുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളൂ നമ്മുടെ സുരേഷ് ഗോപിക്ക് അറിയില്ല. കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ അടുത്തുള്ള ആ ഒരു ദേഷ്യം കാര്യങ്ങളും എല്ലാം നമുക്ക് പോയകാല ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. കാരണം ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ അവളുടെ പെർമിഷൻ ഇല്ലാതെ ദേഹത്ത് കൈവച്ച് തോളിൽ തട്ടി മാറ്റിയത് അത് വലിയൊരു വിവാദമാവുകയും എല്ലാ ആൾക്കാരും അതിനെ ഏറ്റെടുത്ത് പുള്ളിനെ പൊങ്കാല ഇട്ടതിന്റെയും ഫലമായിട്ട് പുള്ളിക്ക് ഭയങ്കര രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. സൈബർ ആക്രമണം പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. പുള്ളി പറയുന്നത് ഇങ്ങനെ ഞാനൊരു മകളോടുള്ള വാത്സല്യത്തിൽ ഇങ്ങനെ തോളി തട്ടിയിട്ട് ഇങ്ങനെ മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തോ അതൊക്കെ ഇനി കേസാണെങ്കിൽ അത് കോടതിയിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ കൂടി ആ ഒരു വിഷയത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ നമ്മുടെ സുരേഷ് ഗോപി സാറിന് അത്ര വലിയ അങ്ങോട്ട് ഒരു അറ്റാച്ച് ഇല്ലാത്ത പോലെയുള്ളൊരു പെരുമാറ്റമാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ആ ഒരു ഇൻസിഡന്റിന് ശേഷം തൃശൂർ തെരഞ്ഞെടുപ്പ്, നമ്മുടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇവരൊരു പോളിംഗ് ഒക്കെ ഇട്ടു. സുരേഷ് ഗോപി 8 നിലയിൽ പൊട്ടി പറഞ്ഞിട്ടൊക്കെയാണ് അവര് പോളിംഗ് ഇട്ട് അവസാനം വന്നപ്പോൾ 8 നിലയിൽ വിജയിച്ച സുരേഷ് ഗോപിനെ നമുക്ക് കാണാൻ പറ്റിയത്. അതിനുശേഷവും ഈ മാധ്യമപ്രവർത്തകരുടെ വലിയ ചോദ്യത്തിനൊന്നും മറുപടിയൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോവുകയാണ്. അതിലൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര രീതിയിലുള്ള ഒരു സിനിമാ സ്റ്റൈലിലോട്ടാണ് പുള്ളി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ സിനിമാ പ്രവർത്തകരാണല്ലോ ഈ പറയുന്ന സുരേഷ് ഗോപിയും നമ്മുടെ ഗണേഷ് കുമാറും മുകേഷും എല്ലാം, ഇവരെല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിലെ ഓരോ ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ഒരു സഹമന്ത്രിയായിട്ട് നിലവിൽ സുരേഷ് ഗോപി നിൽക്കുന്നു, മന്ത്രിയായിട്ട് കെ പി ഗണേഷ് കുമാർ നിൽക്കുന്നു. അതിലുപരി ഇവര് സിനിമാ നടനും കൂടിയാണ്. അപ്പോ സിനിമാ സംഘടന അല്ലെങ്കിൽ സിനിമ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു പ്രശ്നം അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ സ്പ്രെഡായി നിൽക്കുന്ന ഒരു ന്യൂസിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കും. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഈ പറയുന്ന വ്യക്തികൾക്കുണ്ട്. അത് മന്ത്രിയായാലും സഹമന്ത്രിയായാലും അവരുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാനുള്ള ബാധ്യതയുണ്ട്. അത് പറയാതെ ഒഴിഞ്ഞു മാറി മാധ്യമപ്രവർത്തകരെ മൊത്തം തള്ളിപ്പിടിച്ച് മാറ്റി ഉന്തീർന്ന ഒരു ചേഷ്ട അത് നല്ല രീതിയിലുള്ളതല്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മന്ത്രി സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് പറഞ്ഞാണ് സിനിമ എനിക്ക് ജീവനാണ്, അതില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയാണ്. അമിത്ഷായോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കുറെ സിനിമകൾ ചെയ്യണം. അപ്പൊ എന്റെ സിനിമകളുടെ ലിസ്റ്റ് കണ്ടതിന് ശേഷം ആ പേപ്പർ അങ്ങോട്ട് ദൂരെ ഇട്ടു. എനിക്ക് കുറച്ച് എന്താ പറയാ ഹെൽപ്പേഴ്സിനെ വേണം, കാരവാൻ ഒരു ഓഫീസാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുമ്പോൾ സിനിമയോട് അത്ര ഇഷ്ടമുള്ളതാണ്. ആ ഒരു സിനിമ ഇൻഡസ്ട്രിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് എന്തിനാണ് ഇത്രയും വലിയൊരു പ്രശ്നം? ചായക്കടയിൽ പോണ സമയത്ത് പരിപാടിന്റെ കാര്യം ചോദിക്കുക, മരണം വീട്ടിൽ പോകുമ്പോൾ മരിച്ചാളിന്റെ കാര്യം ചോദിക്കുക, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത് ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുക. ഇതൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പും. ആയിരുന്നോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ, സഹപ്രവർത്തകന്റെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതൊന്നും ഒഴിച്ചു മാറുന്നു? മന്ത്രി ഗണേഷ് കുമാർ ആയാലും സഹമന്ത്രിയെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയാലും എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു? ഇവർക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഞാൻ ആ ഒരു ന്യൂസിന്റെ ക്ലിപ്പ് ഞാനിവിടെ വെച്ചുതരാം. സുരേഷ് ഗോപിയുടെ ആ ഒരു ന്യൂസ് പുള്ളിക്കാരനായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. മുകേഷ് MLA-ക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു. MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് CPM തീരുമാനം. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ല്ലേ പിന്നെ കോടതി പറയും. പറയൂ. ഇല്ല, ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം.
അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കയറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. പറയാനുള്ളത് പറഞ്ഞു. കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാധ്യമപ്രവർത്തകന്റെ കാര്യത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. പക്ഷെ അഭിപ്രായം പറയാം. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് എനിക്ക് പറയാനുള്ളത് പറയാം. അല്ലാതെ അത് അങ്ങനെയല്ല. ഇത് കുറച്ച് ധാർഷ്ട്യം, അത് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. അത് എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയില്ല. ഒരു ചോദ്യത്തിന് പിന്നെ മീഡിയക്കാരന് പിന്നെ പറയണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൊഴിപ്പിക്കലും ഉണ്ടാവും. കാരണം അർജുൻ്റെ കേസ് വന്നപ്പോൾ അങ്ങനെ ഒരു പുറകെ നിന്നിട്ട് വേറെ ന്യൂസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ തെക്കന്ന് വയനാട് ദുരന്തം വന്നപ്പോൾ അതിലോട്ട് പോയി, ഇപ്പം നേരെ ഇതിലോട്ട് വന്നു. അപ്പോൾ അത് രണ്ടുമില്ല, അങ്ങനെ ഒരു കേസ്. അപ്പോൾ അതുകൊണ്ട് ന്യൂസ് വാല്യൂ ആണ് അവർക്ക്. ഇതാണ് പുള്ളി അത് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ട് പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ട് പച്ചയ്ക്ക് പറയണമുണ്ട്. ഇത് നിങ്ങൾ ഓരല്ല തിന്നോ, ഇതുകൊണ്ട് തിന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ എന്ത് പറയണം, ഏത് പറയണം, അത് സുരേഷ് ഗോപിന്റെ ഇഷ്ടമല്ലേ, അതാണോ കാര്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു പരിപാടിക്ക് ഒരു പൊതുവേദിയിൽ വന്നിട്ട് എനിക്ക് സിനിമയാണ് ശ്വാസം, സിനിമയില്ലെങ്കിൽ പറ്റില്ല, ശ്വാസം മുട്ടും, ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്. എന്നാൽ ആ പരിപാടിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോയാൽ പോരെ. അയാളൊരു മന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു നടനായിരുന്നു. അയാൾക്ക് ചോറ് കൊടുത്തത് സിനിമയാണ്. അപ്പൊ ആ ഒരു മേഖലയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണതിൽ എന്താ തെറ്റ്? തൊലിയുരിഞ്ഞു പോവോ? അതാണ്. പിന്നെ അതിനുശേഷം മാധ്യമപ്രവർത്തകരനെ മുമ്പ് അറിയാലോ, ഈ പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയെ ഇതേപോലെ ശരീരത്തിൽ തള്ളി മറിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ അതേപോലെ തള്ളി മാറ്റിയതല്ല, ഇതിപ്പോ പിടിച്ച് തള്ളിയതാണ് ഒരു മാധ്യമ പ്രവർത്തകനെ. നിങ്ങൾ ആ ഒരു വിഷയം കണ്ടു നോക്കുക. ബിജെപി അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ്, മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തീർത്തും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപിയുടെ കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഈ വലത്തുവശത്ത്, അതായത് ആ വലത്തുവശത്ത് ഇപ്പോൾ ട്രൈപ്പോഡുകളുണ്ട്. ആ ട്രൈപ്പോഡ് ഇരിക്കുന്ന ഭാഗത്താണ് നമ്മളും എല്ലാവരും ട്രൈപ്പോഡ് വെച്ചിരുന്നത്. അങ്ങനെയാണ് സുരേഷ് ഗോപി നടന്നു വരുന്നു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് ഈ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങയുടെ ഇതിൽ പ്രതികരണം? കാരണം സുരേഷ് ഗോപി രാവിലെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു തിരുത്തുണ്ടോ എന്നത് മാത്രം, അതിലൊരു വിശദീകരണം തേടുക എന്നുള്ളതായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. ഈ കാറിലേക്ക് കയറുന്നതിന് മുൻപ്, ഈ ഡോറ് തുറക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി കൈയെടുത്ത് ഈ മാധ്യമപ്രവർത്തകരെ ആകെ ഒന്നടങ്കം ഇങ്ങനെ തള്ളുന്നു. ആ സമയത്ത് മുന്നിലുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകന്റെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വയറ്റിൽ പിടിച്ച് തള്ളുകയായിരുന്നു. എല്ലാവരും പുറകോട്ട് പോകുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കയറാം. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്താണ് സിനിമയാ? സിനിമയിലേക്ക് പറ്റുള്ളൂ ഇതൊക്കെ. എന്തൊക്കെയാ നടക്കുന്നത്? എന്റെ മോയെ പ്രഭു, ഏക്കാവുക വല്ലാത്ത തന്നെയാണ് ഇതൊക്കെ. സിനിമ അതില്, രാഷ്ട്രീയമൊക്കെ അവിടെ. ഇവിടെ ഒരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി, ഒരു MP ഇതെല്ലാം വരുന്ന സമയത്ത് നടന്നൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ഒരു പക്വതി മാന്യത കാണിക്കണം. ചന്തപ്പിള്ളേരിനെ പോലെ കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അഭിപ്രായം പറയാൻ പറ്റില്ലെങ്കിൽ ചുപ് രഹോ, അല്ലാതെ കയ്യേറ്റം ചെയ്യാന്ന് വിളിക്കാൻ ഇയാളാരാ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, അഭിപ്രായം പറയണതിന് എന്താ കൂടെ? അവർ ചോദിക്കുന്നത് ചോദ്യം, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറയാനില്ലെങ്കിൽ മിണ്ടാണ്ട് പോകണം. തള്ളാനും പിടിക്കാനൊക്കെ എന്താ അതിനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഒരു പൊതുവേദി പോയി കഴിഞ്ഞാൽ അവിടത്തെയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അല്ലാണ്ട് സിനിമ വായുവാണ്, സിനിമയിൽ ശ്വാസം മുട്ടി പോവും, അങ്ങനെയല്ല ഇങ്ങനെ, അതൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. പരിപാടി അതിനനുസരിച്ച് സംസാരിക്കാൻ പോവുക.
എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ കാണിക്കുന്നുള്ള ഒരു ഇതുമില്ല. എന്തായാലും ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രീന്റെ അവസ്ഥ അത് ഭയങ്കര രീതിയിൽ പരിതാപകരമാണ്. എല്ലാം വരും ദിവസങ്ങൾ ഇനി കണ്ടറിയാം.